ഹലോ ഫ്രണ്ട്സ്, ഫേസ് ന്യൂട്രൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് ദിവസം മുന്നേ ചെയ്ത മെയിൻ്റനൻസ് വർക്കാണ്. ഈ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് അൺസേഫ്റ്റിയായി പൊട്ടി വീണ് കിടക്കുന്ന സ്വിച്ച് ബോർഡാണ്. ഈ വീട്ടിലെ വീട്ടുകാരെന്നോട് പറഞ്ഞു സ്വിച്ച് ബോർഡ് ഒന്ന് താൽക്കാലികമായി ഉറപ്പിച്ചാൽ മതിയെന്ന്. രണ്ട് ചെറിയ കുട്ടികളുള്ള വീട്ടിൽ താൽക്കാലികമായി ചെയ്താലും നല്ല ഉറപ്പിലും നല്ല സേഫ്റ്റിയിലുമായിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഉളിയും മുട്ടിയെടുത്ത് പണി തുടങ്ങി. സ്വിച്ച് ബോർഡ് കൺസീൽഡായി ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വർക്ക് കഴിഞ്ഞ് പോവാൻ നേരം ഈ വീട്ടിലെ വീട്ടുകാരെന്നോട് സർവീസ് ചാർജ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വാങ്ങാനും തോന്നിയില്ല. ഈ വീട്ടിലെ ഒറ്റ സ്വിച്ച് ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ. അങ്ങനെ ഞാൻ പോവാനായി എൻ്റെ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ ഈ വീട്ടിലെ +1 പഠിക്കുന്ന മൂത്ത കുട്ടി ഓടി വന്ന് എന്നോടൊരു കാര്യം ചോദിച്ചു. ഏട്ടാ, ഒരു പഴയ സൈക്കിൾ ഉണ്ടെങ്കിൽ പറയണം, ഒന്ന് വാങ്ങാനാ. സ്കൂളിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, എപ്പോഴും നടന്നിട്ടാ പോവാറ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സൈക്കിൾ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രവി അവൻ്റെ സൈക്കിൾ എനിക്ക് തന്നതാണ്. ഈ കുട്ടി പറഞ്ഞ സൈക്കിളിൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ തന്നെ തങ്ങി നിന്നു. അന്ന് രാത്രി തന്നെ ഈ സൈക്കിളിൻ്റെ കാര്യം ഇളമ്പച്ചി സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച പ്രിയ സുഹൃത്ത് പ്രവി ഉൾപ്പെടുന്ന 10C എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ പറയുകയുണ്ടായി. ഈ കുട്ടിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഗ്രൂപ്പിലെ എല്ലാവരും കൈയടിച്ചു പാസാക്കി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു പുതിയ സൈക്കിൾ വാങ്ങാനുള്ള മുഴുവൻ തുകയും സ്വരൂപിച്ചു തരികയും ആ കുട്ടിക്കൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.